റഷ്യൻ എണ്ണ ഇറക്കുമതിയുടെ പേരിൽ ഇന്ത്യക്കെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ലോകത്തെ ഏറ്റവും അധികം തീരുവ പ്രഖ്യാപിച്ച രാജ്യങ്ങളിൽ ഒന്നാണ് ഇപ്പോൾ ഇന്ത്യ. റഷ്യൻ എണ്ണ ഇറക്കുമതി ചൂണ്ടിക്കാട്ടിയാണ് ഇന്ത്യക്കെതിരെ തിരിഞ്ഞത് എങ്കിലും അമേരിക്കയുടെ കാർഷിക ക്ഷീര ഉൽപ്പന്നങ്ങൾക്ക് വിപണി തുറന്നുകൊടുക്കാൻ ഇന്ത്യ തയ്യാറാകാത്തതാണ് യഥാർത്ഥ കാരണമെന്ന് വിലയിരുത്തലുണ്ട്. പുറമെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അവസാനിപ്പിച്ചത് താനാണ് എന്ന ട്രംപിന്റെ അവകാശവാദം ഇന്ത്യ തള്ളിയതും ട്രംപിന് നീരസമായിരുന്നു. ഇന്ത്യയുമായി ഇനി ചർച്ചയില്ല എന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അതിനിടെ 50% തീരുവ ഈടാക്കാനുള്ള അമേരിക്കയുടെ നീക്കത്തിന് അതേ നാണയത്തിൽ മറുപടി കൊടുക്കാൻ ഇന്ത്യയുടെ നീക്കം നടക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. തെരഞ്ഞെടുത്ത അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് കനത്ത തീരുവ ചുമത്താൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കഴിഞ്ഞ ഫെബ്രുവരിയിൽ നടത്തിയ ചർച്ചയിലെ തീരുമാനങ്ങളിൽ നിന്ന് ട്രംപ് മലക്കം മറിഞ്ഞതും കേന്ദ്ര സർക്കാരിനെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു വിഷയം തന്നെയാണ് ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്നത്. എന്നോടൊപ്പം നയതന്ത്ര വിദഗ്ധൻ ടി.പി. ശ്രീനിവാസൻ സാറാണുള്ളത്. സാറേ, സ്വാഗതം. സാറേ, ഈ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെ ചുമത്തിയ തീരുവ അമേരിക്കയ്ക്ക് തന്നെ വലിയ തിരിച്ചടിയാകുമെന്ന് അമേരിക്കൻ മുൻ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൺ ഉൾപ്പെടെ അഭിപ്രായപ്പെടുന്നുണ്ട്. ശരിക്കും ട്രംപിന്റെ തീരുവ യു.എസിന് ബൂമറാങ് ആകുമോ? അത് തീർച്ചയായിട്ടും ഇൻ്റർനാഷണൽ ട്രേഡ് റെഗുലേഷൻസിനെ തന്നെ ചലഞ്ച് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് പ്രസിഡന്റ് ട്രംപ് ചെയ്തിരിക്കുന്നത്. അത് അദ്ദേഹം മുഴുവൻ ചിന്തിച്ചിട്ടോ അതിൽ നിന്ന് എന്താണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിനുള്ള ഗുണം എന്താണെന്നോ ലോകത്തിനുള്ള ഗുണം എന്താണെന്നോ അദ്ദേഹം തീർച്ചയായിട്ടും നോക്കിയിട്ടില്ല. അപ്പോൾ ഒരു ടേബിൾ വെച്ചിട്ട് എല്ലാവരെ കൊണ്ടും ട്രേഡ് എഗ്രിമെൻറ്റിന് സമ്മതിക്കാൻ വേണ്ടിയുള്ള ഒരു ഉപകരണമായിട്ടാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. കാരണം നമ്മളൊരു ട്രേഡ് എഗ്രിമെൻറ്റിന് ചർച്ച തുടങ്ങിയതാണ് ഈ ടാരിഫ് വരുന്നതിന് മുമ്പ് തന്നെ. അപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നത് ആ ട്രേഡ് എഗ്രിമെൻറ്റ് തീരുമ്പോൾ തയ്യാറാകുമ്പോൾ പിന്നെ ഈ ടാരിഫ് ഒന്നും നമ്മൾ അപ്ലൈ ചെയ്യില്ല എന്നുള്ളതാണ്. അങ്ങനെ അദ്ദേഹം പലർക്കും ഓഫർ ചെയ്തിട്ടുണ്ട് ട്രേഡ് എഗ്രിമെൻറ്റ് വേണമെന്ന്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഇത് ഉപയോഗിക്കപ്പെടും അല്ലെങ്കിൽ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഇതൊരു നെഗോഷിയേറ്റിംഗ് ടാക്റ്റിക്കാണ്. അപ്പോൾ എല്ലാവരും കൺസെഷൻ ചെയ്തതുകൊണ്ട് ഈ ട്രേഡ് എഗ്രിമെൻറ്റിൽ കൺസെഷൻ ചെയ്തവർക്ക് ഇത് ആപ്ലിക്കബിൾ അല്ല. ഇപ്പോൾ നമ്മുടെ കാര്യത്തിൽ നമ്മൾ വളരെ അടുത്തൊരു എഗ്രിമെൻറ്റിനുള്ള ചാൻസസ് ഉണ്ടായിരുന്നു നമ്മുടെ എഗ്രിമെൻറ്റിന്. പക്ഷേ ഈ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിൻ്റെ കാര്യത്തിൽ ഇന്ത്യ വളരെ ശക്തമായി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ട്രേഡ് എഗ്രിമെൻറ്റ് ഡിസ്കഷൻസ് മുന്നോട്ട് പോയില്ല. അപ്പോൾ അത് കാരണം നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ 25%, അത് കഴിഞ്ഞ് പിന്നെ ഈ റഷ്യൻ ഓയിൽ വാങ്ങിയതിൻ്റെ 25%, ഇനി കൗണ്ടർ വെയിലിംഗ് ആയിട്ട് വേറെയും ഒക്കെ അദ്ദേഹം ഇന്ത്യയോട് പ്രപ്പോസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ അതിൽ ഉദ്ദേശിക്കുന്നത് ഒരു പ്രഷർ ടാക്റ്റിക്കാണ്. നമ്മൾ ആ ട്രേഡ് എഗ്രിമെൻറ്റിൽ നമ്മൾ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിന് ഉള്ള നിയമങ്ങൾ മാറ്റണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അത് നമ്മുടെ പ്രധാനമന്ത്രി വളരെ ശക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇത് കർഷകരുടെ മുക്കുവന്മാരുടെ അതുപോലെയുള്ള പാവങ്ങൾക്ക് വേണ്ടിയുള്ള ഒരിതാണ്. അതുകൊണ്ട് അതിൽ ഞങ്ങളത് ഒരു വിട്ടുവീഴ്ചയും വരുത്തുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ കാരണം കൊണ്ടാണ് അദ്ദേഹം വിചാരിക്കുന്നത്. അത് ഇതിന് അമേരിക്കയ്ക്ക് പ്രയോജനകരമാകുമോ ഇല്ലയോ എന്നുള്ള ഒരു ചിന്തയിലേക്ക് അദ്ദേഹം പോയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതെല്ലാം ഈ ചർച്ചകളെല്ലാം കഴിഞ്ഞ് ട്രേഡ് എഗ്രിമെൻ്റ് ഒക്കെ വന്നു കഴിയുമ്പോൾ അദ്ദേഹം ഇത് റിവൈസ് ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ തൽക്കാലം അമേരിക്കയ്ക്ക് വലിയ നഷ്ടമൊന്നും വന്നിട്ടില്ല. ഇൻഫ്ലേഷൻ വളരെ കൂടുമെന്ന് പറഞ്ഞിട്ട് 2.4% ആയിട്ടുള്ളൂ ഇതുവരെ. ഇത് മുഴുവനും പ്രാബല്യത്തിൽ വന്നിട്ടില്ലെങ്കിൽ പോലും ഇപ്പോഴത്തെ ഇൻഫ്ലേഷൻ റേറ്റ് 2.4% ഉള്ളൂ. അത് കുറവാണ് ആക്ച്വലി. അപ്പോൾ ഇത് വരുമ്പോൾ ടാരിഫ് വരുമ്പോൾ വില കൂടും, ഇൻഫ്ലേഷൻ വരും. അപ്പോൾ അതായിരിക്കും ആദ്യത്തെ റിയാക്ഷൻ വരിക. അപ്പോൾ അത് അദ്ദേഹത്തിന് മാനേജ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് അന്നേരം ആലോചിക്കാം എന്നുള്ള മട്ടിലാണ് അദ്ദേഹം വിട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് ഗുണമുണ്ടാകുമോ ഇല്ലെന്നുള്ള ആലോചിച്ചിട്ടല്ല, പക്ഷേ എല്ലാവരെയും ട്രേഡ് എഗ്രിമെൻറ്റ് റെഷീമിലേക്ക് ഇൻഡിവിജ്വലായിട്ട് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ്. അമേരിക്കയുടെ ഡോളറിന് ബലക്ഷയമോ തകർച്ചയോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ഇപ്പോഴത്തെ നടപടി മൂലം? ഇല്ല. അദ്ദേഹത്തിൻ്റെ ഭയം ഈ ബ്രിക്സ് കൺട്രീസ് ഉണ്ടല്ലോ, ഇന്ത്യ ഉൾപ്പെടെ ബ്രസീൽ, റഷ്യ, ചൈന, ഒരു 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 ഇഫക്റ്റീവ് അല്ലാത്തൊരു ഓർഗനൈസേഷനായിരുന്നു അത്. അവർ ചില കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതൊരു അമേരിക്കൻ ഇക്കോണമിസ്റ്റ് സജസ്റ്റ് ചെയ്തതാണ് ഈ രാജ്യങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് നന്നായിരിക്കുമെന്ന്. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അത് ചൈന അങ്ങ് ഏറ്റെടുത്തു. ബ്രിക്സ് പാസ്സായി കഴിഞ്ഞപ്പോൾ തന്നെ ചൈന ഹെഡ്ക്വാർട്ടേഴ്സ് ചൈനയിലേക്ക് മാറ്റി, ബാങ്ക് ചൈനയിലേക്ക് മാറ്റി. അങ്ങനെ ചൈന ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് ബ്രിക്സിനെ അങ്ങ് അഡോപ്റ്റ് ചെയ്തു. ഇതുവരെ അമേരിക്കൻസ് അതിനെപ്പറ്റി ഒരു ക്രിറ്റിസിസം ഇതുവരെ ഉണ്ടായിട്ടില്ല.
പക്ഷേ കഴിഞ്ഞ തവണത്തെ ബ്രിക്സ് സമ്മിറ്റിൽ, അത് റഷ്യയിൽ നടന്ന സമ്മിറ്റിലാണ്, ചൈന മുന്നോട്ട് വെച്ച ഒരാവശ്യം ഡോളറൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഓൾറെഡി ബ്രിക്സ് കൺട്രീസ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ട്രേഡിൽ അവരവരുടെ കറൻസിയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഡോളറിനെ ഇതുവരെ ബാധിച്ചിട്ടില്ല. അപ്പോൾ ആ ഒരു പ്രൊപ്പോസൽ അവർ കൊണ്ടുവന്നു, ചൈന കൊണ്ടുവന്നു. പക്ഷേ ഇന്ത്യയും റഷ്യയും ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങൾ അത് സമ്മതിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ത്രെറ്റ് ഇല്ല. ബ്രിക്സ് ഒന്നും ചെയ്തിട്ടില്ല അമേരിക്കയ്ക്കെതിരായിട്ട്. പക്ഷേ ബ്രിക്സിനെ എതിർക്കുന്നത് ഈ കാരണം കൊണ്ടാണ്. പൊതുവെ ചൈന അതിനകത്തുണ്ട്, ഇന്ത്യ അതിനകത്തുണ്ട്. അപ്പോൾ ഒരു ബ്രിക്സ് എന്ന് പറയുന്ന ഒരു ആൻറ്റി ഡോളർ ഓർഗനൈസേഷനാണെന്ന് പിക്ചറൈസ് ചെയ്യാണ്. അതിനകത്ത് ഒരർത്ഥവുമില്ല. യഥാർത്ഥത്തിൽ അതൊരു കോഓപ്പറേഷൻ എമംഗ് ദീസ് കൺട്രീസ് എന്നുള്ളത്. അമേരിക്കയായിട്ട് യാതൊരു വിരോധവും അവർക്കില്ല. ഈ ഡോളറൈസേഷൻ തന്നെ ഒട്ടും മുന്നോട്ട് പോയിട്ടുമില്ല. ഇന്ത്യക്ക് തീരുവ ചുമത്തുകയും ചൈനയ്ക്ക് തീരുവ ചുമത്താതിരിക്കുകയും ചെയ്തത് എന്തുകൊണ്ടാണ്? അത് ഇതേ കാരണം കൊണ്ടാണ്. കാരണം നമ്മുടെ ട്രേഡ് അഗ്രിമെൻ്റ് ഏകദേശം തയ്യാറായി വരികയായിരുന്നു. അപ്പോൾ ആ തയ്യാറായി വരുന്ന സമയത്താണ് ഈ നമ്മുടെ യുദ്ധം ഉണ്ടായത്, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം വിചാരിച്ചത് അതിലൊരു വലിയ റോൾ എടുത്തിട്ട് ഇന്ത്യയും പാകിസ്ഥാനുള്ള യുദ്ധം സമാപിച്ചു, അദ്ദേഹം നടത്തി, അതിനൊരു നോബൽ പ്രൈസ് കിട്ടണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ നമ്മളത് ഒബ്ലൈജ് ചെയ്തില്ല. അദ്ദേഹമാണ് ഇത് നെഗോഷിയേറ്റ് ചെയ്തത്, അദ്ദേഹമാണ് മീഡിയേറ്റ് ചെയ്തതെന്ന് അദ്ദേഹം പബ്ലിക്കായിട്ട് പറയുകയുണ്ടായി. പക്ഷേ ഇന്ത്യ മീഡിയേഷനെതിരാണ് എല്ലാ കാലത്തും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം മീഡിയേറ്റ് ചെയ്തില്ല എന്ന് നമ്മൾ പറയുന്നു. പക്ഷേ അമേരിക്കരുമായിട്ട് നമ്മൾ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് നമ്മുടെ പ്രൈം മിനിസ്റ്ററെ വിളിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു തരത്തിൽ പറഞ്ഞാൽ അമേരിക്ക ഒരു റോൾ പ്ലേ ചെയ്തിട്ടുള്ളത് സത്യമാണ്. പക്ഷെ അത് മീഡിയേഷൻ ആയിരുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പൊസിഷൻ. കാരണം നമ്മൾ മീഡിയേഷൻ വേണ്ട ഇത്തരം കാര്യങ്ങൾ, ഇത് ബൈലാറ്ററൽ റിലേഷൻഷിപ്പാണെന്നാണ് നമ്മുടെ പ്രിൻസിപ്പൽ പൊസിഷൻ. പിന്നെ ഒന്ന്, ഇസ്രായേലും പാകിസ്ഥാനും ചെയ്ത പോലെ ഇദ്ദേഹം വലിയൊരു സമാധാന പ്രിയനാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് നോബൽ പ്രൈസിന് റെക്കമെൻഡ് ചെയ്യണം എന്നൊരു ആഗ്രഹം കൂടി അദ്ദേഹം പ്രകടിപ്പിച്ചു ഇൻഡയറക്റ്റ്ലി. അപ്പം നമ്മൾ പാകിസ്ഥാൻ ചെയ്തത് നമ്മൾ ചെയ്യാത്തത് കൊണ്ട് അദ്ദേഹം ഇന്ത്യയെ വിട്ടിട്ട് പാകിസ്ഥാൻ്റെ സുഹൃത്തായി മാറുകയാണ് ചെയ്തത്. പക്ഷെ ഇതൊന്നും നിലനിൽക്കുന്ന കാര്യങ്ങളല്ല. പാകിസ്ഥാൻ അവർക്കൊന്നും നേടാനില്ല. ഇന്ത്യയിൽ നിന്ന് വളരെയധികം നേടാനുണ്ട്. ട്രേഡ് തന്നെ നമ്മുടെ ബിഗസ്റ്റ് ട്രേഡ് പാർട്ണറാണല്ലോ. എന്നിട്ട് പാകിസ്ഥാനിലെ ഓയിൽ ഇന്ത്യ വാങ്ങിക്കണം, അവിടെ ഓയിൽ തന്നെ ഇല്ല, ഉണ്ടോയെന്ന് തന്നെ അറിയില്ല ആർക്കും. അപ്പം അങ്ങനെ ഒരുപാട് ആബറേഷൻസ് ഇതിനകത്തുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഒരു പെർമനൻറ്റ് സൊല്യൂഷൻ ആയിരിക്കില്ല. നമ്മുടെ ഈ ട്രേഡ് അഗ്രിമെൻറ്റിൽ നമ്മൾ കൺസെഷൻ കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പ്രഷറൈസേഷനാണ്. അത് പ്രധാനമന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ വിൽ നോട്ട് ബി പ്രഷറൈസ്ഡ് എന്നാണ് സിറ്റുവേഷൻ. അപ്പോൾ എന്തെങ്കിലും മാറി വരണമെങ്കിൽ ഈ സിറ്റുവേഷൻ ഇമ്പ്രൂവ് ചെയ്യുള്ളൂ. അമേരിക്ക തന്നെ നമ്മളോട്, പ്രസിഡന്റ് ബൈഡൻ നമ്മളോട് പറഞ്ഞതാണ്, റഷ്യയിൽ നിന്ന് നിങ്ങൾ ഓയിൽ വാങ്ങിക്കൂ, അത് ഈ ഓയിലിൻ്റെ വില നിയന്ത്രിക്കാൻ അത് നല്ല മാർഗമാണ്. അമേരിക്ക തന്നെ വാങ്ങിച്ചു, യൂറോപ്യൻ യൂണിയൻ ഇപ്പോഴും വാങ്ങുന്നു, ചൈന വാങ്ങുന്നു, ഒരുപാട് രാജ്യങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യയോട് മാത്രം എന്താ ഇത് വാങ്ങിക്കേണ്ടെന്ന് പറയുന്നത് എന്നറിയില്ല. പക്ഷേ അതിൻ്റെ കാരണം അഗെയിൻ ഇതാണ്, നമുക്ക് ഈ ട്രേഡ് അഗ്രിമെൻറ്റ് എങ്ങനെയെങ്കിലും സാധിച്ചെടുക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. പക്ഷേ ഓയിലിൻ്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹം റഷ്യയോട് വലിയ സ്നേഹത്തിലാണല്ലോ തുടങ്ങിയത്. അപ്പോൾ അതൊന്നും നടക്കാത്തത് കൊണ്ട് റഷ്യക്കെതിരായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് റഷ്യയുടെ ഓയിൽ വാങ്ങിച്ചുകൂടാ എന്ന് ഇന്ത്യയോട് ആവശ്യപ്പെടുന്നത്. അതേസമയത്ത് യൂറോപ്യൻ യൂണിയൻ നമ്മൾ വാങ്ങിക്കുന്നതിലും കൂടുതൽ വാങ്ങിക്കുന്നു, ചൈന നമ്മളെക്കാളും കൂടുതൽ വാങ്ങിക്കുന്നു, അമേരിക്ക വാങ്ങിക്കുന്നു. ഇതൊരു ഭയങ്കര വിരോധാഭാസമാണ്. നിലവിൽ തീരുവയുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കുന്നതുവരെ ഇന്ത്യയുമായി ഒരു ചർച്ചയ്ക്കുമില്ല എന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ഇന്ത്യക്കെതിരെ ദ്വിതീയ ഉപരോധങ്ങൾ വരാനിരിക്കുന്നുണ്ട് എന്നും ട്രംപ് പറഞ്ഞിട്ടുണ്ട്. എന്തായിരിക്കും ട്രംപ് ലക്ഷ്യമിടുന്നത്? ഇത് തന്നെയാണ്, അഗ്രിമെൻ്റ് എങ്ങനെയെങ്കിലും സാധിച്ചെടുക്കണം, ഇന്ത്യയിൽ നിന്ന് കൺസെഷൻസ് വാങ്ങണം എന്നുള്ളതാണ് ഉദ്ദേശം. അത് നടന്നില്ലെങ്കിൽ അദ്ദേഹം വേറെന്തെങ്കിലും പുതിയ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കും. പക്ഷെ നമ്മൾ വളരെ ശക്തമായിട്ട് പറയുന്നത് നമ്മളത് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അത് മീഡിയേഷൻ ഉണ്ടെന്ന് സമ്മതിക്കുകയും നോബൽ പ്രൈസിന് റെക്കമെൻഡ് ചെയ്യുകയും ചെയ്തെങ്കിൽ ഈ പ്രശ്നമൊന്നും വരില്ലായിരുന്നു. അതാണ് ഒരു പെക്യുലിയർ സിറ്റുവേഷൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇന്ത്യയുടെ താല്പര്യമോ അമേരിക്കയുടെ താല്പര്യമോ ഒന്നും കണക്കിലെടുത്തുകൊണ്ടല്ല അദ്ദേഹം ഈ തീരുമാനങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യ അമേരിക്കൻ റിലേഷൻസ് ഒരിക്കലും ഒരു പ്ലെയിൻ ഗ്രൗണ്ട് ആയിരുന്നില്ല. ഇറ്റ് വാസ് ഓൾവേസ് ലൈക്ക് എ റോളർ കോസ്റ്റർ റൈഡ്. 1998 ഞാൻ അവിടെ ഉള്ളപ്പോഴാണ് ക്ലിൻ്റൺ ഭയങ്കരമായിട്ട് ഇന്ത്യക്കെതിരായിട്ട് സാങ്ഷൻസ് ഉണ്ടാക്കിയില്ലേ, നമ്മൾ ന്യൂക്ലിയർ വെപ്പൺ ടെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. ഒരു ഭയങ്കര പ്രശ്നമായിരുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ സാങ്ഷൻസ് ഉണ്ടാക്കി. അത് കഴിഞ്ഞ് അങ്ങനെ റോളർ കോസ്റ്റർ തീരെ താഴെ പോയി. അത് കഴിഞ്ഞ്
ക്ലിൻ്റൺ തന്നെ ഇന്ത്യയിൽ വന്നു, മൻമോഹൻ സിംഗുമായിട്ട് പിന്നീട് അഗ്രിമെൻ്റ് ഉണ്ടായി ന്യൂക്ലിയർ. അങ്ങനെ നമ്മൾ ലെവലിലേക്ക് വന്നു ഗുഡ് റിലേഷൻഷിപ്പ്. അങ്ങനെ പോകുമ്പോഴാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എപ്പോഴും ഇന്ത്യ US റിലേഷൻസ് ലൈക്ക് എ റോളർ കോസ്റ്റർ റൈഡ് അത് ഉണ്ടായിരിക്കുകയാണ്. ഇപ്പം നമ്മൾ റോളർ കോസ്റ്ററിൻ്റെ ഏറ്റവും ലോവസ്റ്റ് പൊസിഷനിലാണ് കാണുന്നത്. പക്ഷേ എനിക്കൊരു സംശയമില്ല, അടുത്ത 2-3 മാസങ്ങളിൽ അത് കുറേശ്ശായിട്ട് മോളോട്ട് പോകാൻ തുടങ്ങും. എന്നിട്ട് നമ്മൾ പഴയ റിലേഷൻഷിപ്പിലെത്തും. കാരണം നമുക്കിപ്പോൾ അമേരിക്കയെ കളഞ്ഞ് റഷ്യയുടെയും ചൈനയുടെയും പുറകെ പോകാൻ പറ്റില്ല. അമേരിക്കയ്ക്ക് എന്താണ് വേണ്ടത്? അവർക്ക് ചൈനയെ നിയന്ത്രിക്കണം. അതിന് റഷ്യയെ കൂട്ടുപിടിച്ച് ചൈനയെ നിയന്ത്രിക്കാൻ ശ്രമിച്ചത്. പക്ഷേ റഷ്യയും ചൈനയുമായിട്ടുള്ള ഒരു എഗ്രിമെൻ്റ് ഉള്ളതുകൊണ്ട് റഷ്യ കോപ്പറേറ്റ് ചെയ്തില്ല. അപ്പോൾ ക്വാഡ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ നമ്മളും ഉണ്ടല്ലോ, അമേരിക്കയിൽ നമ്മൾ ഒന്നിച്ചുള്ള ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പാണ് ചൈനയ്ക്കെതിരായിട്ട് പ്രവർത്തിക്കേണ്ടത്. അപ്പോൾ അതിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് കാണേണ്ടത്. ഇപ്പോഴും ഈ ക്വാഡിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്കെതിരായിട്ടുള്ള നടപടി അദ്ദേഹത്തിന് എടുക്കാൻ സാധ്യമല്ല.